Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good ma'am. Good afternoon, ma'am. Okay, class start ചെയ്യാം. Then മാം വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ആയിരുന്നല്ലോ. എന്ത് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നോ ക്ലാസ്? കുറച്ച് ലേറ്റ് ആയിട്ടോ. കാരണം ഒരു ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് വരണ്ടേ. ഓക്കെ, ദെൻ നോക്കാം, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതില് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സില് OPD അസിസ്റ്റന്റും അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇവിടം വരെയാണോ? ഓർക്കണുണ്ടോ ക്ലാസ്? കഴിഞ്ഞ ക്ലാസ്സില് OPD അസിസ്റ്റന്റിന്റെ പോയിന്റ്സ് വായിച്ചില്ലേ നമ്മള്? അവിടം വരെയില്ലേ ലാസ്റ്റ് ക്ലാസ്സില്? ഓക്കെ, ഇന്ന് നമ്മള് ലാസ്റ്റ് ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ചാപ്റ്ററില്. നെക്സ്റ്റ് ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ, അപ്പോ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു വെച്ചു തോന്നുന്നു. പറഞ്ഞിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. ഓക്കെ, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആ പേരിൽ തന്നെയുണ്ട്. ഗസ്റ്റിനെ സ്വാഗതം ചെയ്യുക അല്ലെങ്കിൽ ഗസ്റ്റിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ? നോക്കാം, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. A guest relation officer, also known as guest relation coordinator or guest relation specialist. Underline ചെയ്യാട്ടോ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഈ രണ്ട് പേരുകളിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. Then ഇനി ആരാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ നോക്കാം. ഈസ് എ കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി. കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി who essentially greets. അപ്പൊ മെയിൻ ആയിട്ട് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റലിലെ കസ്റ്റമർ പേഷ്യൻസ് ആണ് അല്ലെ? ഹോസ്പിറ്റലിൽ വരുന്ന കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യൻസിനെയാണ്. സോ പേഷ്യൻസ് സെന്റേർഡ് എംപ്ലോയി ആണെന്ന്, അതായത് പേഷ്യൻസിന്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്ന, പേഷ്യൻസ് ആയിട്ട് കൂടുതൽ അറ്റാച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഹോസ്പിറ്റലിൽ വരുന്ന ഗസ്റ്റ് ആണ് പേഷ്യന്റ്. സോ ആ പേഷ്യന്റ് തമ്മിലുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ പേഷ്യൻസ് സെന്റേർഡ്, പേഷ്യൻസിന്റെ കാര്യങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഹു എസെൻഷ്യലി ഗ്രീറ്റ്സ്. പേഷ്യൻസ് വരുന്ന പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യുക, then അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം മനസ്സിലാക്കി അവർക്കത് ചെയ്തു കൊടുക്കുക. ഇതാണ് ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, താഴെ നോക്കിക്കോളൂ. ജോബ് റെസ്പോൺസിബിലിറ്റീസ്. എന്തൊക്കെയാണ് ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്? ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? അത്യാവശ്യം നല്ല ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. നോക്കാം കേട്ടോ, ഇനി നമുക്ക് ഓരോ പോയിന്റ് നോക്കാം. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ പറയുന്നത്, guest relation representative are available to assist patients and families by answering questions, explaining hospital policies, customer service, and helping to resolve issues related to hospital service. അല്ലേ? നമ്മൾ പറഞ്ഞു, അതായത് പേഷ്യന്റിനെയും പേഷ്യന്റിന്റെ ഫാമിലിയെയും അസിസ്റ്റ് ചെയ്യുന്നു, മീൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ബൈ ആൻസറിങ്, ഏതെല്ലാം രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബൈ ആൻസറിങ് ക്വസ്റ്റ്യൻസ്, പേഷ്യൻസിന്റെയും ഫാമിലിയുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. അതായത് ഇപ്പൊ ട്രീറ്റ്മെന്റ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകാം അല്ലെ? അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കുക, ആൻസറിങ് ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിനിങ് ഹോസ്പിറ്റൽ പോളിസീസ്. ഹോസ്പിറ്റലിലെ പോളിസീസ്, നയങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? സോ അതിനെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. Customer service and helping to resolve issues related to hospital service. ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്ത് കൊടുക്കാണ്, അതിന് പരിഹാരം കണ്ടെത്തുക. ഓക്കെ, ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പേഷ്യന്റിനും ഫാമിലിക്കും അസിസ്റ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യണം, അവരുടെ ക്വസ്റ്റ്യൻസിന് മറുപടി കൊടുക്കുക,
ഹോസ്പിറ്റലിലെ നയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യുക, അതിനുള്ള പരിഹാരം കാണുക. ഓക്കെ, ഇനി രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് attend to inquiries requested by the guest, customer or foreign patients. അതായത് എന്താണ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ഇൻക്വയറീസ് റിക്വസ്റ്റഡ് ബൈ ദ ഗസ്റ്റ്, അതായത് ഒരു എന്താണ് ഒരു അഭ്യർത്ഥനകൾ അന്വേഷണങ്ങൾക്കുള്ളൊരു അന്വേഷണങ്ങൾ അറ്റൻഡ് ചെയ്യാറ്, മറുപടി കൊടുക്കാന്ന്. അതിപ്പോ പേഷ്യൻസ് ആകും, അതുപോലെ ഫോറിൻ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ അടുത്ത് പല കാര്യങ്ങൾ അറിയാനായിട്ട് ചാൻസ് കുറവാണ്. സോ അങ്ങനെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇൻക്വയറീസ് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. റിഗാർഡിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ആൻഡ് എവറിത്തിങ് എൽസ്, അതായത് എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഫോറിൻ പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മളുടെ ഇവിടെയുള്ള പോളിസികൾ എങ്ങനെയാണ് അവരെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കില്ല. സോ അതിനുള്ള മറുപടി ഇദ്ദേഹം കൊടുക്കണം പേഷ്യൻസിന്. അതുപോലെ ഫോറിൻ പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ഇൻക്വയറീസ് ഒക്കെ ഉണ്ടാകും, അതിനുള്ള റിപ്ലൈസ് കൊടുക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് check if adequate welcome facility are available for everyone whose arrivals is on the list. അതായത് ആ ഒരു ലിസ്റ്റിലുള്ള, അതായത് അന്നത്തെ ഒരു ദിവസം ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന എവ്രിവൺ, എല്ലാ പേഴ്സൺസിനെയും ആഡിക്വേറ്റ് വെൽക്കം ചെയ്യുക എന്ന്. അതായത് ഹോസ്പിറ്റലിന് അകത്തേക്ക് വരുന്ന ആ ഒരു ദിവസം ലിസ്റ്റിലുള്ള എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്തതും അല്ലാത്തതുമായിട്ടും ആ ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യാം, വെൽക്കം ചെയ്യുക. അല്ലെ, ഗസ്റ്റ് റിലേഷൻ അല്ലേ ആളുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യുന്നതാണ്. സോ വെൽക്കം ചെയ്യുക. നാലാമത്തെ പോയിന്റ് attend to VIPs, that is very important person with more attention. ഹോസ്പിറ്റലിൽ വരുന്ന VIP പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണ്. അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലില് പലതരത്തിലുള്ള പേഷ്യൻസുകൾ ഉണ്ടാകും. സോ VIP പേഷ്യൻസ്, അതായത് ഇപ്പൊ നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാകും, VIP പേഷ്യൻസിന് കുറച്ചും കൂടി മോർ അറ്റൻഷനും അവർക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ സുരക്ഷാ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. കണ്ടിട്ടുണ്ടോ? എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഏതാണ്? ഫിലിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടില്ലേ? VIP പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇപ്പോ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആകാം, അല്ലെ, അല്ലെങ്കിൽ ആക്ടേഴ്സ്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടി അവർക്ക് എന്താണ് സുരക്ഷ, കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ ഒക്കെ നമ്മൾ കൊടുക്കും. അല്ലെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിലിം ഒന്നും ഓർമ്മയില്ല VIP പേഷ്യൻസിന് മുൻഗണന കൊടുക്കുന്നത് മീൻസ് ഓക്കെ നമ്മൾ ചില VIP പേഷ്യൻസ് നമ്മൾ ചില ഹോസ്പിറ്റലുകളിൽ കൊടുക്കും. CID മൂസ, എനിക്ക് മീൻസ് എന്താ പറയാ, നാവിന്റെ തുമ്പത്തുണ്ടായിരുന്നു, പറയാനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഫിലിമിന്റെ പേര്. CID മൂസ ഫിലിം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? പറയാൻ വരുന്നതായിരുന്നു. ഓക്കെ, എല്ലാവരുടെ മനസ്സിൽ അതാണ് അല്ലെ. കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. CID മൂസ ഫിലിമിൽ കണ്ടിട്ടില്ല? ഓക്കെ, അത് നല്ലൊരു ഫിലിമാണ് അല്ലെ, ഭയങ്കര കോമഡി അങ്ങനെയുള്ള ഫിലിമൊക്കെയാണ്. സോ ആ ഫിലിമിൽ നമ്മൾ പറയാ എന്താണ്, CM അല്ലേ കിടക്കുന്നത് ഹോസ്പിറ്റലിലാണ് അല്ലെ, മുരളിയാണ് ആക്ടർ. CM ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ അദ്ദേഹം എന്താണ് VIP പേഷ്യന്റ് ആണ് ആ ഹോസ്പിറ്റലില്. സോ അവർക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള VIP റൂംസും പോലീസിന്റെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ ഡോക്ടേഴ്സിന്റെ ആയാലും നഴ്സസിന്റെ ആയാലും സേവനങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് കൊടുക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള VIP പേഷ്യൻസുകൾ വരുമ്പോൾ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാന്ന്, അതായത് അവരുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എക്സാമ്പിൾ ആവട്ടെ ഞാൻ പറഞ്ഞത് VIP പേഷ്യന്റിനെ. അടുത്ത പോയിന്റ്, മെയിൻറ്റെയിൻ എ പൊളൈറ്റ് ആൻഡ് ഹംബിൾ പേഴ്സണാലിറ്റി while attending the guest. ഗസ്റ്റ് വരുമ്പോൾ, ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പേഷ്യൻസ് വരുമ്പോൾ പേഷ്യൻസിനോട് വളരെ പൊലൈറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ എന്താണ്, വളരെ മാന്യമായിട്ട് ഹംബിൾ ആയിട്ട് ഏറ്റവും താഴ്മയോടുകൂടി എളിമയോട് കൂടിയിട്ട് വേണം അവരെ സംസാരിക്കുവാനും. അവരോട് നമ്മൾ മീൻസ് ഇടപെടുമ്പോൾ അവരോട് നമ്മൾ പൊലൈറ്റ് ആയിരിക്കുക. അതുപോലെ എന്താണ്, ഹംബിൾ പേഴ്സണാലിറ്റി ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ 5 പോയിന്റ് ആണ്, 5 റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഫസ്റ്റത്തെ 5 റെസ്പോൺസിബിലിറ്റി ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിക്കാം കേട്ടോ. 5 റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി വായിച്ചാൽ മതി. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് സ്വയം അത് മനസ്സിലാക്കി പഠിച്ചതിൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ,
ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കണം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. കംപ്ലീറ്റ് ചെയ്തോ? ഫസ്റ്റത്തെ 5 പോയിന്റ് വായിച്ചോ? ക്ലിയർ ആണോ? വായിച്ചിട്ട് എല്ലാവർക്കും ഓക്കെ. ഇനി നമുക്ക് 6ാമത്തെ പോയിന്റ് നോക്കാം. Provide a detailed description of all the information that can be potentially asked for along with the document needed. എന്താണ് പറയുന്നത്? Provide a detailed description of all the information that can be potentially asked for along with the document needed. അതായത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾക്കൊപ്പം, അതായത് പേഷ്യൻസിന്റെ രേഖകൾക്കൊപ്പം എല്ലാ വിവരങ്ങളുടെയും ഒരു വിശദാംശമായിട്ടുള്ള വിവരണങ്ങൾ പേഷ്യൻസിന് കൊടുക്കണമെന്ന്. അതായത് നമ്മള് ഇപ്പൊ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് പേഷ്യൻസിന് എത്രമാത്രം മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് പരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പേഷ്യൻസിന് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല. സോ അതിനെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ, ഓരോ ഇൻഫോർമേഷൻസുകളും ഡോക്യുമെന്റ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഡോക്യുമെന്റ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പൊ ഒരു കൺസെന്റ് ഫോം ആണെങ്കിൽ ആ കൺസെന്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നിങ്ങനെയുള്ള വിവരങ്ങൾ, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രൊവൈഡ് ചെയ്യുക. Take care of each and everything the guest might need for to avoid a last minute crush. Take care of each and everything the guest might need and for to avoid a last minute rush. എന്താണ് പറയുന്നത്? അതായത് അവസാന നിമിഷത്തേക്ക് നമ്മൾ ഒഴിവാക്കാതിരിക്കാൻ പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്ന്. അതായത് എക്സാമ്പിൾ പറയണെങ്കിൽ നമ്മളുടെ ഒരു കാര്യമാണ് കേട്ടോ, നമ്മളുടെ മീൻസ് നിങ്ങളുടെ കാര്യം, അങ്ങനെയാ പറയാ അല്ലെ. അതായത് നമ്മൾ ലാസ്റ്റ് നിമിഷത്തേക്ക് വേണ്ടിയിട്ട് വെക്കും അല്ലെ. ഇപ്പൊ എക്സാമിന് തന്നെ 6 month കോഴ്സ് ആണല്ലോ, 6 month കിടക്കുകയാണ്, ഇപ്പൊ 1 month മേ ബി 2 month ആകുന്നുള്ളൂ, നമുക്ക് ലാസ്റ്റ് ടൈമിൽ എടുത്ത് പഠിക്കാൻ ഒത്തിരി സമയമുണ്ട് എന്ന് വിചാരിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും ഈ കൂട്ടത്തില് ഇല്ലേ. ലാസ്റ്റ് ടൈമിൽ നമുക്ക് റിവിഷൻ ചെയ്യാലോ, അല്ലാതെ ഡെയിലി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലാസ്റ്റ് ടൈമിൽ റിവിഷൻ ചെയ്യാനുള്ളതുള്ളൂ, മീൻസ് എനിക്ക് അത്രയും മതി ഇല്ലേ. നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ലാസ്റ്റ് നിമിഷത്തേക്ക് വെച്ചേക്കും. പക്ഷെ മേ ബി ലാസ്റ്റ് നിമിഷം നമുക്ക് ചിലപ്പോൾ അത് പഠിക്കാൻ പറ്റില്ല എന്ന് വരാം അല്ലെ, സാഹചര്യങ്ങൾ പലതാകാം. സോ ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. അതായത് ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ പേഷ്യൻസിന്റെ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാന നിമിഷത്തേക്ക് വെക്കാൻ പാടില്ല, ലാസ്റ്റ് മിനിറ്റ് റഷ് ആവാൻ പാടില്ല എന്ന്. അതായത് അന്നൊന്നും ചെയ്യേണ്ട കാര്യങ്ങള്, പേഷ്യൻസിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങള് കൃത്യമായിട്ടും ചെയ്തു കൊടുക്കുക. ലാസ്റ്റ് മിനിറ്റിന് വേണ്ടി അത് കാത്തിരിക്കേണ്ട പാടില്ല. സോ ചെയ്യേണ്ട കാര്യങ്ങള് അതാത് ദിവസം കൃത്യമായിട്ടും ചെയ്തു കൊടുക്കുക. Then next point, check the amenities for their quality and proper provision to leave no ground for complaints. എന്താണ് പറയുന്നത്? ചെക്ക് അമ്യൂണിറ്റീസ്. അമ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? ഫെസിലിറ്റീസ്, സൗകര്യങ്ങള്. എഴുതി വെച്ചോളൂ കേട്ടോ, അറിയില്ലാത്തവര് മുകളിലൊന്നും എഴുതി വെക്കുക. ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ. ന്യൂ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാത്ത പുതിയ മെഡിക്കൽ ടേമുകളാകാം, അല്ലെങ്കിൽ പുതിയ പുതിയ ന്യൂ വേർഡ്സ് ഒക്കെ ആണെങ്കിൽ എഴുതി വെക്കാൻ ഞാൻ പ്രത്യേകം പറയാറുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്നതാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. So check amenities. അതായത് quality and proper provision to leave no ground for complaints. കംപ്ലൈൻസുകളൊന്നും വരാതിരിക്കാൻ, അതായത് പരാതികളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സേവനങ്ങള്, സൗകര്യങ്ങളുടെ ക്വാളിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാന്ന്. അത്യാവശ്യം നല്ല സേവനങ്ങളാണ് പേഷ്യൻസിന് കൊടുക്കുന്നത് എന്നൊന്ന് ഉറപ്പുവരുത്തുക. എന്തിനു വേണ്ടി? കംപ്ലൈൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സൗകര്യങ്ങള്, ഫെസിലിറ്റീസുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. Ensure maintenance of proper information in the database. ഡാറ്റാബേസില് പേഷ്യൻസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകളൊക്കെ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുകയാണ്. അതായത് പേഷ്യൻസിന്റെ ഡാറ്റാബേസിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തുക. Work in close contact with the manager and get in touch with him whenever needed.
അതുപോലെ ഹോസ്പിറ്റലിലെ മാനേജറായിട്ട് അത്യാവശ്യം ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. Then get in touch with him whenever needed. ആവശ്യമുള്ളപ്പോൾ അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാന്ന് ചോദിച്ച് മാനേജറുമായിട്ട് ഇൻ ടച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്യാന്ന് ആവശ്യമുള്ളപ്പോൾ. ഇപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ മാനേജറായിട്ട് കോണ്ടാക്ട് ചെയ്യാം. Then last one, having true knowledge of hospital, medical and non-medical departments and its functioning. ഹോസ്പിറ്റലിലെ മെഡിക്കലും അല്ലാതെയുള്ള നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. ഹോസ്പിറ്റലിൽ നമുക്കറിയാം മെഡിക്കൽ പരമായിട്ടുള്ള സെക്ഷനുകളുണ്ട്, നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട് ഇല്ലേ? ഏതൊക്കെയാണ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ? ഏതൊക്കെയാണ് നോൺ മെഡിക്കൽ എന്ന് പറയുന്നത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്ക് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്ന കൺസൾട്ടേഷനും അല്ലെ? നോൺ മെഡിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? യെസ്, അഡ്മിനിസ്ട്രേഷൻ വരാം, റിസപ്ഷൻ വരാം, ക്യാൻറ്റീനിലോട്ടാണ് ആദ്യം നമ്മൾ പോകുന്നത്. ക്യാൻറ്റീൻ വരുവോട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ക്യാൻറ്റീൻ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഡയറക്ടറി പറയാം അല്ലെ? അതുപോലെ വേറെ എന്തൊക്കെയാണ്? ബില്ലിംഗ് സെക്ഷൻ പറയാം. ദെൻ മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ പറയുന്നത്. പ്രയർ ഹോളൊക്കെ ഓക്കെ അതിനകത്തുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതുപോലെ ഹൗസ് കീപ്പിംഗ്, ലോണ്ടറി, ലിനൻ അങ്ങനെയുള്ള സർവീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഹോസ്പിറ്റലിലെ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളാണ്. ഓക്കെ, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് പറയാം. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും രണ്ട് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചും അത്യാവശ്യം നല്ലൊരു അറിവ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ആ പോയിന്റ്സുകൾ കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റീസ്, ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് പെട്ടെന്നൊന്ന് വായിക്കാം, കംപ്ലീറ്റ് വായിക്കണം, മനസ്സിലാക്കി വായിച്ചാൽ മതി. ഇത് ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ അത്യാവശ്യം നിങ്ങളുടേതായ രീതിയിലോട്ട് അതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു വെക്കാം. വായിച്ചു നോക്കുക കേട്ടോ പോയിന്റ്സുകൾ. വായിച്ചു എല്ലാവരും? കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആണ് എല്ലാവർക്കും? വായിച്ചിട്ട് പോയിന്റ്സുകൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, നിങ്ങൾക്ക് സ്വയം വായിച്ചത് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സുകളാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. നമ്മളുടെ മീൻസ് ഞാൻ എടുക്കുന്ന നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട് പേഷ്യന്റ് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. എളുപ്പം വരുന്നില്ലേ? ബുദ്ധിമുട്ട് തോന്നിയോ നിങ്ങൾക്ക്? ഒരുപാട് മെഡിക്കൽ ടേംസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ ചാപ്റ്ററിൽ. അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിച്ചത് അല്ലേ? അറ്റ്ലീസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് അല്ലെ, നമ്മളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചിരിക്കുന്നത്. ദെൻ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല, എങ്കിലും നമ്മളൊന്ന് ഓടിച്ചിട്ട് പറയാം. അപ്പോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് OPD, that is outpatient department. OPD എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് പേഷ്യൻസ് വരുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ OPD ബേസിസിലാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാതെ നമുക്ക് ഡോക്ടർ നമ്മൾ നോക്കുന്നു, ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി ഔട്ട് പേഷ്യന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇനി അവ ഓരോന്നും എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, അത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡയഗ്നോസിസ് എന്താണ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഓക്കെ,
ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കിയത് OPDയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. പ്രധാനമായിട്ടും 4 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചത്. ക്വാളിറ്റി കെയർ കൊടുക്കുക, മോഡേൺ ടെക്നിക്സുകള്, ഫെസിലിറ്റീസ് കൊടുക്കുക, നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ്സുകൾ പഠിക്കുക. ദെൻ നമ്മൾ OPDയുടെ സ്കോപ്പ് ആണ് നോക്കിയത്. ഓൾറെഡി നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതില് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു റീഹാബിലിറ്റേഷൻ സർവീസിന് എക്സാമ്പിൾ പഠിക്കണം. ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. റീഹാബിലിറ്റേഷൻ സർവീസിന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പിന്നെ നമ്മൾ ലൊക്കേഷൻ ആണ് OPDയുടെ പഠിച്ചത്. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ടേബിൾ നോക്കി. OPDയിലെ 3 ഏരിയകൾ പഠിച്ചു. ഇമ്പോർട്ടന്റ് ആണ് ടേബിള്. 2 ടേബിളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ്, ക്ലിനിക്കൽ ഏരിയ, ഓരോ ഏരിയയിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് പഠിക്കണം. എക്സാമിന് ഈ ഒരു ടേബിളിൽ നിന്നും പല രീതിയിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ചിലപ്പോ ഏരിയ തന്നിട്ട് മീൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് തന്നിട്ട് ഐഡന്റിഫിക്കേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഏത് ഏരിയയാണെന്ന് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പറയും. ഓരോ ഏരിയ, ഇപ്പൊ ക്ലിനിക്കൽ ഏരിയ തന്നിട്ട് ക്ലിനിക്കൽ ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാണ്, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഏരിയയിൽ പെടാത്തത് ഏതൊക്കെയാണ്, ഇത് പല രീതിയിലും ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. സോ കൃത്യമായിട്ടും ഓരോ ഏരിയയിൽ എന്തൊക്കെയാണെന്ന് പഠിച്ചാൽ മാത്രമേ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫ്ലോ പാറ്റേൺ ആണ് പഠിച്ചത്. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. OPDയിലേക്ക് ഒരു പേഷ്യന്റ് വരുന്ന ഫ്ലോ പാറ്റേൺ. ദെൻ വീണ്ടും നമ്മൾ അടുത്തൊരു നെക്സ്റ്റ് ഒരു ടേബിൾ നോക്കി. എക്യുപ്മെന്റ്, അപ്പൊ അതില് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സുകള്, തെറാപ്റ്റിക് എക്യുപ്മെന്റ്സുകള്, മോണിറ്ററിങ്, ഇൻസ്ട്രുമെന്റ്സ് അല്ലെ. അപ്പൊ അതിൽ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ ഏതൊക്കെയാണ്? തെറാപ്റ്റിക്കിന് ഉപയോഗിക്കുന്നത്, മോണിറ്ററിങ്ങിന് ഉപയോഗിക്കുന്നത്, ഇൻസ്ട്രുമെന്റിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ടേബിളിലൂടെ പഠിച്ചത്. പിന്നെ നമ്മൾ നോക്കിയത് OPDയുടെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്നാണ്. പോയിന്റ്സുകൾ അതുപോലെ തന്നെ പഠിക്കുക. ദെൻ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്, ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കുന്ന പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. അതിൽ ANC ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആന്റിനേറ്റൽ കെയറിംഗ് ആണ്, പ്രഗ്നൻസി ടൈമിലുള്ള കെയറിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ക്രോണിക് ഡിസീസസ് പഠിച്ചു വെക്കണം. ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് ക്യാൻസർ, TB. വിട്ടുമാറാത്ത ദീർഘകാലം നിലനിൽക്കുന്ന അസുഖങ്ങളാണ് ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത്. സോ അതിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ക്രോണിക് ഡിസീസസിന്റെ എക്സാമ്പിൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാൻസർ, TB. രണ്ടും പഠിച്ചു വെക്കുക. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ TB എന്നായിരിക്കും തന്നിരിക്കുന്നത്, ചിലപ്പോൾ ക്യാൻസർ അവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? TB ആണ് ആൻസർ. മേ ബി ക്യാൻസറും TB ഉണ്ടെങ്കിൽ ബോത്ത് A and B എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അതില്ല. സോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 2 എക്സാമ്പിൾ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ അത് രണ്ടും പഠിച്ചു വെക്കാം. രണ്ട് ടൈപ്പ് OPD പഠിച്ചു. സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. സെൻട്രലൈസ്ഡ് നമ്മൾ പറഞ്ഞു. സെൻട്രലൈസ്ഡ് AC-യുടെ കാര്യം ആലോചിക്കാം. സെൻട്രലൈസ്ഡ് AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒറ്റ ഒരു AC ആണ് എല്ലാ റൂമിലേക്കും ഉള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞു സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സേവനങ്ങളും ഒരൊറ്റ ഫ്ലോറിൽ തന്നെ നമുക്ക് ലഭ്യമാണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിൽ പല ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് പോകേണ്ടതായിട്ട് വരും. ദെൻ അടുത്തത് നമ്മൾ പഠിച്ചു 3 ടൈപ്പ് ഓഫ് പേഷ്യന്റ് ആണ്. ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒഴികെ വരുന്ന കോമൺ ആയിട്ടുള്ള എല്ലാ പേഷ്യൻസും, എമർജൻസി പേഷ്യൻസ് അല്ലാതെയുള്ള കോമൺ ആയിട്ടുള്ള എല്ലാ പേഷ്യൻസുമാണ് ജനറൽ ഔട്ട് പേഷ്യന്റ്. എമർജൻസി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് എമർജൻസി കെയർ ആവശ്യമായിട്ട് വരുന്ന കണ്ടീഷൻ, അതാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്. ദെൻ ലാസ്റ്റ് വൺ റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. റെഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു ഫിസിഷ്യനെ കണ്ടു, ദെൻ ഒരു ഷുഗർ ലെവൽ ചെക്ക് ചെയ്തപ്പോൾ ഡയബറ്റിക് വളരെയധികം ഷുഗർ ഉണ്ട്. സോ നമ്മൾ അതിനുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിന്റെ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിന് നമ്മൾ റെഫർ ചെയ്യുന്നു. ഇതാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. അപ്പൊ 3 ടൈപ്പ് പേഷ്യൻസ് ആണ്. ദെൻ മാനേജീരിയൽ കൺസിഡറേഷൻസ് എന്തൊക്കെയാണ്? പോയിന്റ്സുകളാണ്, അതുപോലെ പഠിക്കുക. ദെൻ OPD പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ദെൻ ഓർഗനൈസേഷണൽ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് 4 കോമ്പോണൻസ് ആണ്. അത് കൃത്യമായിട്ട് പഠിക്കണം. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ്, സബ്സിഡിയറി, ക്ലറിക്കൽ. പിന്നെ നമ്മൾ നോക്കിയത് പ്രോബ്ലംസ് ആണ്. മെയിൻ ആയിട്ടും ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്.
സോ 2 പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. പിന്നെ അതിനുള്ള സൊല്യൂഷൻ മെത്തേഡ്സ് ടു സോൾവ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ. പിന്നെ നമ്മൾ നോക്കിയത് ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ, OPD-യിൽ സൂക്ഷിക്കുന്ന റെക്കോർഡ്സുകൾ ഏതൊക്കെയാണ്. ദെൻ അതിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ 3 വർഷമാണ് മിനിമം റെക്കോർഡ് സൂക്ഷിക്കുന്നത്. ദെൻ OPD അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ നോക്കിയത്. പോയിന്റ്സുകൾ പഠിക്കുക. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ നോക്കി ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആരാണ്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു ചാപ്റ്റർ ഇവിടെ പഠിച്ചത്. അത്യാവശ്യം ഞാൻ ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്, ഒടിച്ചിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഈ ചാപ്റ്റർ ക്ലിയർ ആണോ? മെയിൻ എക്സാം ആയിട്ടില്ലല്ലോ, നമ്മളിപ്പോ ചാപ്റ്റർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഓരോ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ടോട്ടൽ നിങ്ങളോട് എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എക്സാമിന്റെ ടൈം ആയിട്ടില്ലല്ലോ, വെയിറ്റ് ചെയ്യൂ. ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയിക്കും. ഇപ്പൊ നമ്മൾ എടുക്കുന്ന അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകുക. എക്സാമിന്റെ ടൈം ഒന്നും ആയിട്ടില്ലല്ലോ. ഓക്കെ, വെയിറ്റ് ചെയ്യൂ. എക്സാമിന് വേണ്ടി ഇപ്പോഴേ റെഡി ആയിരിക്കുകയാണോ നിങ്ങള്? ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ആവണ്ടേ? ഓക്കെ, അപ്പൊ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എങ്ങനെയാണ്? ഓക്കെ ആണോ? ചാപ്റ്റർ ക്ലിയർ ആണോ എല്ലാവർക്കും? ബുദ്ധിമുട്ടുണ്ടോ ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട്? ഒന്നും കൂടി ഇപ്പൊ റിവൈസ് ചെയ്തപ്പോൾ ഇനി പല ക്ലാസ്സുകളിൽ മിസ്സായിട്ടുള്ളവരൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് ടൈം എടുത്തായാലും റിപ്പീറ്റ് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്തത്. ഓക്കെ, വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ ഒരു ചാപ്റ്ററില്? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാലോ. സ്പീഡ് ഓക്കെ ആണോ? സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ചില ചാപ്റ്റേഴ്സേ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്കും പഠിക്കാനായിട്ട് അധികം മെഡിക്കൽ ടേമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ കുറച്ചും കൂടി ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എന്റെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് സ്പീഡിൽ പോകും കേട്ടോ. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ. സ്പീഡ് ഓക്കെ ആണോ? ബുദ്ധിമുട്ടുണ്ട് ആർക്കെങ്കിലും ഫോളോ ചെയ്യാനായിട്ട്? സ്പീഡ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്ത ടെക്സ്റ്റ് കിട്ടും കേട്ടോ. ടെക്സ്റ്റ് നിങ്ങളൊന്ന് ഓഫീസിലൊന്ന് കോൺടാക്ട് ചെയ്യൂ ടെക്സ്റ്റ് കേട്ടോ. ഓക്കെ, എക്സാമിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കും. നിങ്ങൾ അതോർത്ത് ടെൻഷൻ ആവേണ്ട. നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകാൻ നോക്കുക. എക്സാം ടൈം ആകുമ്പോൾ എക്സാം ഒക്കെ നടക്കും. അതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങളെ അറിയിക്കും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ വാർഡ്. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് മെഡിക്കൽ ടേമോ അങ്ങനെ ഒന്നും വരുന്നില്ല. കോമൺ ആയിട്ട് നമ്മുടെ അനുഭവങ്ങളിലൂടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. കാരണം നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളൊക്കെയാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവരാണ് അല്ലേ? ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? അറ്റ്ലീസ്റ്റ് നമ്മൾ എപ്പോഴെങ്കിലും സ്ഥിരം പോകുന്നതല്ലോ ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ചെറിയ അസുഖമാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഹോസ്പിറ്റൽ വാർഡ് നോക്കാം. ഇനി ഹോസ്പിറ്റൽ വാർഡ് അല്ലെ, ഹോസ്പിറ്റലിലുള്ള ഒരു സെക്ഷനാണ് ഈ വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹോസ്പിറ്റൽ വാർഡ് പലവരും ചിലപ്പോൾ നിങ്ങളിൽ പലവരും അഡ്മിറ്റ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാകും. വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടാകാം അല്ലെ? അറ്റ്ലീസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും വാർഡിൽ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ അഡ്മിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? വിസിറ്റ് ചെയ്യാനായിട്ടൊക്കെ പോകാറുണ്ട്. ഇനി വാർഡ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അത് ഞാൻ ആരെയും ചോദിക്കട്ടെ. ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത് വാർഡ് കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലാലോ, അത്യാവശ്യം എല്ലാവരും വാർഡ് കണ്ടിട്ടില്ല. ഓക്കെ, ഹോസ്പിറ്റൽ വാർഡ് എനിക്ക് തോന്നുന്നു 85% കണ്ടിട്ടുണ്ട് വാർഡ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ആ വാർഡിൽ കണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു വാർഡ് എങ്ങനെയാ നിങ്ങൾ വാർഡാണെന്നത് മനസ്സിലാക്കിയത്? എങ്ങനെയൊരു വാർഡാണെന്ന് മനസ്സിലാക്കിയത്? കമന്റ് ചെയ്യാ കേട്ടോ. ഒന്ന് കമന്റ് ചെയ്യാ. എന്തൊക്കെയാണ് നിങ്ങൾ ഹോസ്പിറ്റൽ വാർഡിൽ കണ്ടിരിക്കുന്നത്? വിത്ത് മെനി പീപ്പിൾ ഉണ്ട്, കുറെ ബെഡ്സ് ഉണ്ട്, ദെൻ ബിഗ് ഹോൾ ആണ് അല്ല, ഒരു വലിയൊരു നീണ്ടു തുറന്ന ഒരു ഹോളാണ്. ബെഡ്സുകൾ ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു വലിയൊരു റൂമാണ്. ദെൻ എന്താണ്
ബെഡ്സുകൾ ഉണ്ട്, ഒരുപാട് പേഷ്യൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പറഞ്ഞു ഒരുപാട് പേഷ്യൻസ് കിടക്കുന്നുണ്ട് അല്ലെ. സോ ഈ പേഷ്യൻസ് എല്ലാവരും ഒരേ ദിവസം വന്ന് അഡ്മിറ്റ് ആയിട്ട് ഒരേ ദിവസം തന്നെയാണോ ഡിസ്ചാർജ് ആയി പോകുന്നത്? അങ്ങനെയാണോ? ഇപ്പൊ നിങ്ങളൊരു വാർഡിൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം, നമ്മുടെ തൊട്ടപ്പുറത്തെ ബെഡിൽ വേറൊരു പേഷ്യൻസ് ഉണ്ട്, നമ്മൾ സെയിം നിങ്ങൾ ഡിസ്ചാർജ് ആകുന്ന ആ ഡേറ്റിൽ തന്നെയാണോ നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ആൾ ഡിസ്ചാർജ് ആവുന്നത്? ആണോ? അല്ല അല്ലെ, പല വ്യത്യാസങ്ങളുണ്ട്, അഡ്മിറ്റ് ആവുന്നതും ഡിസ്ചാർജ് ആവുന്നതും വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം വാർഡ് എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡെഫിനേഷൻ നോക്കാം കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഹോസ്പിറ്റൽ വാർഡ് ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. A ward is a room in a hospital where beds are arranged for many people. അല്ലെ, നിങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഒരു റൂം ആണ് വാർഡ് എന്ന് പറയുന്നത്. then അവിടെ ബെഡ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെനി പീപ്പിൾസ്, പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഷ്യൻസ് ആണ്. often people who need similar treatment. ഏകദേശം എല്ലാ പേഷ്യൻസിനും ഒരേ സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് കൊടുക്കുന്നത്. stay can be long term or short term depending upon the severity of condition. അല്ലെ, നമ്മൾ പറഞ്ഞു എല്ലാവരും ഒരുപോലെ അഡ്മിറ്റ് ആയി ഒരേ ദിവസം ഡിസ്ചാർജ് ആയി പോകുന്നില്ല. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം. ചില പേഷ്യൻസ് ലോങ് ടേമിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്, ചിലവർ ഷോർട്ട് ടേമിലായിരിക്കും അല്ലെ. ചില പേഷ്യൻസിന് ചിലപ്പോൾ 5 ദിവസത്തെ ഇഞ്ചക്ഷൻ ആയിരിക്കും, ചില പേഷ്യന്റിനോ ചിലപ്പോൾ ഒരു 10 ദിവസത്തെ ഇഞ്ചക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 10 ദിവസത്തിൽ കൂടുതൽ വന്നേക്കാം. അപ്പൊ എല്ലാവരും ഒരുപോലെയല്ല സ്റ്റേ ചെയ്യുന്നത്. ചിലവർ ലോങ് ടേം ആകാം, ചില പേഷ്യൻസ് ഷോർട്ട് ടൈം ആവാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഡിപ്പെൻഡിങ് അപ്പോൺ സെവറിറ്റി ഓഫ് കണ്ടീഷൻ. സെവറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗത്തിന്റെ കാഠിന്യം അല്ലെ. ഓരോ പേഷ്യൻസിന്റെയും അസുഖത്തിന്റെ കാഠിന്യത്തെ അനുസരിച്ചുകൊണ്ടാണ് ഒരു പേഷ്യന്റ് എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അല്ലെ. ഒരാളുടെ അസുഖമായിരിക്കില്ല നമ്മളുടെ തൊട്ടപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന ആളുടെ അവസ്ഥ. സോ ആ പേഷ്യൻസിന്റെ കണ്ടീഷൻസിനെ മനസ്സിലാക്കി കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പേഷ്യന്റിനെ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ സ്റ്റേ ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ഒരേ ദിവസമല്ല അഡ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും. സെവറിറ്റി ഓഫ് കണ്ടീഷൻ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പേഷ്യന്റിനെ എത്ര ദിവസമാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതൊരു ഡെഫിനേഷൻ ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടോ. സിമിലർ ട്രീറ്റ്മെന്റ് വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. അണ്ടർലൈൻ ചെയ്യാട്ടോ, ഞാൻ വായിക്കാം. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. അണ്ടർലൈൻ ചെയ്യാട്ടോ, അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഓക്കെ, ഇനി അതൊന്ന് വായിച്ചു നോക്കാം. ഡെഫിനേഷൻ ഒന്ന് വായിക്കുക, എല്ലാവരും വായിക്കുക ഡെഫിനേഷൻ. വായിച്ചു എല്ലാവരും? ഡെഫിനിഷൻ വായിച്ചിട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്താണ് വാർഡ് എന്നുള്ള ഐഡിയ കിട്ടിയോ? ഹോസ്പിറ്റൽ വാർഡ്, ഹോസ്പിറ്റലിൽ ഒരു റൂമാണ്. ദെൻ മെനി പീപ്പിൾസിന് വേണ്ടിയിട്ട് ബെഡ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ലോങ് ടേം ആണ് ഷോർട്ട് ടേം ആണ് സ്റ്റേ ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് ഓൺ സെവറിറ്റി ഓഫ് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. The purpose of any hospital ward. ഹോസ്പിറ്റൽ വാർഡ് കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ജസ്റ്റ് റൂംസ് മാത്രം മതിയായിരുന്നില്ലേ അല്ലേ? അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിലെ വാർഡായിട്ട് തരംതിരിച്ചിരിക്കുന്നത്? അതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പോയിന്റ്സുകളാണ്. നിങ്ങൾ ആ പോയിന്റ്സുകൾ അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, അറ്റ്ലീസ്റ്റ് ആ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. സോ അത് കൃത്യമായിട്ട് പഠിക്കാം. നോക്കാം. പർപ്പസ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ, രോഗം കണ്ടെത്താനും ചികിത്സിക്കാനും വേണ്ടി. പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ദെൻ ടീച്ചിങ്, ടീച്ചിങ് എന്ന് വെച്ചാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പഠിപ്പിക്കുക. ഒരു ടീച്ചറും അങ്ങനെയുള്ള ഒരു പഠനമല്ല, നമ്മള് ഇപ്പോ ഹെൽത്ത് കെയർ സ്റ്റാഫുകളെയും മറ്റും ടീച്ചിങ്, അതായത്
ഇപ്പൊ പേഷ്യൻസിന് അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ മെഡിസിൻസിന്റെ നമ്മൾ പഠിപ്പിക്കുന്നത്, പേഷ്യൻസിനെ ടീച്ച് ചെയ്യുന്നു. റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന റയർ ആയിട്ടുള്ള അസുഖങ്ങൾ അല്ലെ, റയർ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള കൂടുതലും റിസർച്ചുകളൊക്കെ നടക്കുന്നു. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. അതായത് രോഗികൾക്ക് മെഡിക്കൽ കെയർ, പേഷ്യൻസിന് മെഡിക്കൽ കെയർ, അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നഴ്സിംഗ് കെയറുകൾ. അതായത് നമുക്ക് വാർഡിൽ കിടക്കുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലെ, കൃത്യസമയത്ത് നഴ്സുമാർ വന്നിട്ട് എന്ത് ചെയ്യും, മെഡിസിൻ ഒക്കെ തരും. അത് കൂടാതെ ചിലപ്പോൾ BP ചെക്ക് ചെയ്യും, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വരും. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ ലഭിക്കാറില്ലേ? വാർഡിലെ പേഷ്യൻസിനെ ഇട്ടിട്ട് അവര് തിരിഞ്ഞു നോക്കാതിരിക്കുകയാണോ ചെയ്യുന്നത്? കൃത്യമായിട്ട് മെഡിസിനും അതുപോലെ തന്നെ ഇടയ്ക്ക് അവർ ചെക്കപ്പിനൊക്കെ വേണ്ടി വരാറില്ലേ? ഉണ്ടോ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. വാർഡിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോഴേ ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ സേവനം ഇപ്പോഴും ഉണ്ടാവില്ലേ? കൃത്യസമയത്ത് മെഡിസിൻ തരും. അതിൽ കൂടാതെ ഇപ്പൊ ടെമ്പറേച്ചർ നോക്കും, BP ചെക്ക് ചെയ്യാൻ വരും അല്ലേ? കൃത്യസമയത്ത് അവർക്ക് നമുക്കൊരു മെഡിക്കൽ പരിചരണം ലഭിക്കുന്നു. Provide necessary equipments, essential drugs and all other stores requirements for patients care in an organized manner. അതുപോലെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഉപകരണങ്ങൾ ലഭിക്കുന്നു. എസെൻഷ്യൽ ഡ്രഗ്സ് അല്ലെ, കൃത്യമായിട്ടുള്ള മെഡിസിൻസുകൾ കൊടുക്കുന്നു. ആൻഡ് അതർ സ്റ്റോർസ് റിക്വയർമെന്റ്സ് ഫോർ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മറ്റു വസ്തുക്കളും നമ്മൾ വാർഡില് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. ബെഡ്ഷീറ്റ്, ബെഡ്, പില്ലോ കവർ, ഇതൊക്കെ നമ്മൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഓർഗനൈസ്ഡ് മാനർ, ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഇതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും മെഡിസിൻസുകളും മറ്റു വസ്തുക്കളും കൃത്യമായിട്ട് നൽകുന്നു. ഓക്കെ, ഇത്രയുമാണ് ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ടീച്ച് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു, നല്ലൊരു നഴ്സിംഗ് കെയർ കൊടുക്കുന്നു, ആവശ്യമുള്ള എക്യുപ്മെന്റ്സുകളും മെഡിസിൻസുകളും നൽകുന്നു. ഒന്ന് വായിച്ചു നോക്കി പർപ്പസ് കേട്ടോ. പർപ്പസ് വായിക്കാം. ഒന്ന് സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കൂ, ഇമ്പോർട്ടന്റ് ആണ്. ആ പോയിന്റ്സുകൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. തേർഡ് പോയിന്റ് ടീച്ചിങ് എന്ന്. ടീച്ചിങ് എന്ന് വെച്ചാൽ പഠിപ്പിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോ നഴ്സിംഗ് സ്റ്റാഫുകളും മറ്റും നമ്മള് പേഷ്യൻസിന് കൂടുതൽ അറിവൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ മെഡിസിൻസിനെ കുറിച്ചാണെങ്കിലും ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പേഷ്യൻസിന് അറിയില്ലാത്ത കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ലാസ്റ്റ് പോയിന്റ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഉപകരണങ്ങളൊക്കെ കൊടുക്കുക, അതുപോലെ മെഡിസിൻസുകളൊക്കെ കൊടുക്കുക. ഓക്കെ, റിസർച്ച് എടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രയർ ആയിട്ട് വരുന്ന കേസുകൾ, ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ പ്രയർ ആയിട്ട് വരുന്ന, ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖം, അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ അതിനെ കുറിച്ചൊരു റിസർച്ചുകളൊക്കെ നടത്താണ്, സ്റ്റഡി ചെയ്യുക, പഠനങ്ങൾ നടത്തുന്നത്. റൂമിലായാലും നമുക്കിതുപോലെ എന്താണ്, റൂമിലായാലും ഇതുപോലെ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വാർഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പർപ്പസ് പറയുന്നത് കേട്ടോ. റൂമിലാണെങ്കിലും നമുക്ക് എന്താണ് നഴ്സുമാരുടെ പരിചരണങ്ങൾ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ വാർഡ് എന്നുള്ള ഒരു രീതിക്കാണല്ലോ പറയുന്നത്. റൂമിൽ കിട്ടും കിട്ടില്ല നമ്മൾ പറയണില്ല, നമ്മളിപ്പോ വാർഡിനെ ബേസ് ചെയ്തിട്ടാണ് പർപ്പസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, റൂമിൽ കിടന്നാലും നമുക്ക് ഈ സേവനങ്ങളൊക്കെ തന്നെ ലഭിക്കും കേട്ടോ. വായിച്ചെല്ലാവരും പർപ്പസ്, ആ പോയിന്റ്സുകൾ അതുപോലെ തന്നെ പഠിക്കാം കേട്ടോ. അതിന്റെ കൂടുതൽ എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല, തന്നിരിക്കുന്ന പോയിന്റ്സുകൾ അതുപോലെ തന്നെ പഠിക്കാം. നെക്സ്റ്റ് വൺ, കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ്.
വാർഡ് സ്പേസിലെ ഘടകങ്ങളാണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ് 3 ഘടകങ്ങളാണ്. നമുക്ക് എളുപ്പം പഠിക്കാനായിട്ട് നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം. കോഡല്ല, എളുപ്പം നിങ്ങൾക്ക് പഠിക്കാം. നോക്കാം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ്. പ്രധാനമായിട്ടും വാർഡ് സ്പേസിൽ 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് നമ്മൾ പറയുന്നത്. വാർഡ് സ്പേസ്, പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, ദെൻ കോറിഡോർസ്. ഈ 3 ഘടകങ്ങളാണ് ഒരു വാർഡിനുള്ളിലുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങൾ ടെക്സ്റ്റിലെ സൈഡിൽ ഒന്ന് PNC എന്നൊന്ന് എഴുതി വെക്കാം. PNC എഴുതി വെച്ചോ സൈഡില്? എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. PNC എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ്, ദെൻ കോറിഡോർസ്. ഓക്കെ, എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം PNC. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ് ചോദിച്ചാൽ ഏതാണ് ആൻസർ? PNC. P എന്ന് പറഞ്ഞാല് പേഷ്യന്റ്, N എന്ന് പറഞ്ഞാല് നഴ്സിംഗ് ആണ്, ദെൻ C കോറിഡോർസ്. പേഷ്യന്റ് സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സ്പേസ് പേഷ്യൻസ് കിടക്കുന്ന ആ ഒരു ഏരിയ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരുപാട് ബെഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ റൂമിൽ പേഷ്യൻസ് കിടക്കുന്ന ഏരിയ. നഴ്സിംഗ് സ്പേസ്, വാർഡിനുള്ളില നഴ്സിംഗ് സ്പേസ് ഏതാണ്? ഏതാണ് നഴ്സിംഗ് സ്പേസ് എന്ന് പറയുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ അല്ലെ? നഴ്സുമാരിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് വാർഡിനുള്ളില് അല്ലെ? അവിടെ പോയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കും അല്ലെ? അത്യാവശ്യമായിട്ട് റെക്കോർഡ്സുകളും മെഡിസിൻസുകളും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ഏരിയ. അതായത് നഴ്സുമാരിരിക്കുന്ന ഒരു സ്പേസ്, അതാണ് നഴ്സിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോറിഡോർസ്. എന്താ കോറിഡോർ എന്ന് പറഞ്ഞാലോ? ഇടനാഴി പോലെ. ഇതിനിടയിൽ കൂടി നമ്മുടെ വാർഡിനുള്ളിലേക്ക് പ്രവേശിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഇടനാഴി, വരാന്തയൊക്കെ പോലെയുള്ള ഇടനാഴി. ഓക്കെ, അപ്പോ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ് എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും 3 എണ്ണമാണ്. PNC എന്ന് നമ്മൾ പഠിച്ചാൽ നിങ്ങൾ അത് മറന്നു പോകില്ല. അതുകൊണ്ടാണ് ഞാൻ PNC എന്ന് പഠിക്കാൻ പറയുന്നത്. നമ്മൾ മറക്കില്ല. P എന്ന് പറഞ്ഞ പേഷ്യന്റ് ആണ് നമുക്കറിയാം, N എന്ന് പറഞ്ഞ നേഴ്സ് ആണ്, ദെൻ C നടക്കിയ കൂടിയുള്ള ഒരു കോറിഡോർസ്. പഠിച്ചെല്ലാവരും PNC. ഇനി എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റുമല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം നിങ്ങളോട്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഞാൻ ചോദിക്കാം PNC എന്താണെന്നൊക്കെ. ഓക്കെ, ഇനി ഒരിക്കലും മറക്കരുത് കേട്ടോ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാനായിട്ട് പറ്റണം PNC എന്താണെന്ന്. ഓക്കെ, then type of wards ആണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടൈപ്പ് ഓഫ് വാർഡ്. ഒരു ഹോസ്പിറ്റലിൽ തന്നെ പല ടൈപ്പ് വാർഡുകൾ നിങ്ങൾ കാണാറുണ്ട്. കാണാറുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരുപാട് ടൈപ്പ് വാർഡുകൾ കാണാറുണ്ടല്ലോ. ഏതൊക്കെ ടൈപ്പ് വാർഡ്സ് ആണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? കമന്റ് ചെയ്തേ. ഏതൊക്കെയാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുള്ള വാർഡുകൾ? ടെക്സ്റ്റ് ബുക്കിൽ ആരും നോക്കണ്ട കേട്ടോ, അല്ലാതെ കോമൺ ആയിട്ട് പറഞ്ഞോളൂ. ആഫ്റ്റർ ഡെലിവറിയുടെ ഉണ്ട് ഡേ വാർഡ്, ദെൻ ജനറൽ ആയിട്ടുള്ള വാർഡ് ഉണ്ട്, വേറൊന്നും കണ്ടിട്ടില്ലേ നിങ്ങള്? പീഡിയാട്രിക് വാർഡ് കണ്ടിട്ടുണ്ടോ? പീഡിയാട്രിക് കുട്ടികളെ മാത്രം അഡ്മിറ്റ് ചെയ്യുന്ന വാർഡ് ഉണ്ട്. സർജറി വാർഡ് ഉണ്ട്, ഐസൊലേഷൻ ഉണ്ട്, ICU വാർഡ്, ദെൻ കാർഡിയോ വാർഡ്. ഓക്കെ, പലതരത്തിലുള്ള വാർഡ്സുകൾ ഹോസ്പിറ്റൽ. ന്യൂറോ വാർഡ്. ഓക്കെ, നോക്കാം. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ 2 ടൈപ്പ് വാർഡുകളാണ്. കോമൺ ആയിട്ടുള്ള ജനറൽ വാർഡുകളുണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകളുണ്ട് അല്ലെ? മെറ്റേണിറ്റി പീഡിയാട്രിക് ഒക്കെ. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ജനറൽ വാർഡും സ്പെഷ്യലൈസ്ഡ് വാർഡുകളാണ് ഉള്ളത്. ഇനി സ്പെഷ്യലൈസ്ഡ് വാർഡുകളാണ് നമ്മളിപ്പോ പറഞ്ഞ ന്യൂറോ വാർഡ്, പീഡിയാട്രിക് വാർഡ് എന്നിങ്ങനെയുള്ള വാർഡുകൾ. അപ്പോ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലില് മേ ബി കോമൺ ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ട് ഒരു 5 സ്പെഷ്യലൈസ്ഡ് വാർഡുകളെ കുറിച്ചാണ്. ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് ആ വാർഡ്, അവിടെ പ്രവേശിക്കുന്നത് ആരൊക്കെയാണ്. അപ്പോ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾക്ക് എക്സാമ്പിൾ ആണ് ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി വാർഡ്. ഗൈനക് പരമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു വാർഡാണ്. അതുപോലെ തന്നെ മെറ്റേണിറ്റി വാർഡും അത് തന്നെയാണ്. അപ്പൊ അത് ഗൈനക്കും മെറ്റേണിറ്റിയും എക്സ്പെഷ്യലി ആർക്ക് വേണ്ടിയിട്ടുള്ള വാർഡായിരിക്കും? അത് എക്സ്പെഷ്യലി ഫോർ വുമൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? ഗൈനക്ക് സംബന്ധമായിട്ടും മെറ്റേണിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് വുമൻസിനാണ്. അപ്പൊ സോ അതൊരു വുമൺ വാർഡ് തന്നെയാണ്. ഇനി രണ്ടാമതായിട്ട് ഓങ്കോളജി.
ഓങ്കോളജി റിലേറ്റഡ് ടു ഏത് പേഷ്യൻസുമായിട്ടാണ്? ക്യാൻസർ പേഷ്യൻസ് ആണ് അല്ലെ? അപ്പോ ക്യാൻസർ പരമായിട്ടുള്ള ക്യാൻസർ പേഷ്യൻസിനെ അവരെ മാത്രം അഡ്മിറ്റ് ചെയ്യുന്ന വാർഡാണ് ഓങ്കോളജി വാർഡ്. അവിടെ മെഡിസിനും സർജറിയും ഉണ്ട്. അതായത് മെഡിസിൻ കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ടാകും, സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസും ഈ വാർഡിൽ ഉണ്ടായിരിക്കും. നെഫ്രോളജി, നെഫ്രോളജി ഓർ ഡയാലിസിസ്. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ നെഫ്രോളജി യെസ് കിഡ്നി സംബന്ധമായിട്ട് അസുഖങ്ങളായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും നെഫ്രോളജി ഡയാലിസിസ് വാർഡിൽ പ്രവേശിക്കുന്നത്. നെക്സ്റ്റ് വൺ കാർഡിയോളജി ആൻഡ് CTVS. കാർഡിയോളജി റിലേറ്റഡ് ടു കാർഡിയോളജി ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള കേസുകളാണ് കാർഡിയോളജി വാർഡിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ CTVS ഫുൾ ഫോം അറിയോ? എഴുതി വെച്ചോളൂ കേട്ടോ. CTVS ഫുൾ ഫോം എഴുതാം. കാർഡിയോ thoracic and vascular surgery. Cardiothoracic and vascular surgery. എഴുതിയെല്ലാവരും cardiothoracic and vascular surgery. CTVS ക്യാപിറ്റൽ ആയിരിക്കണം കേട്ടോ. എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേണം. കാർഡിയോ C ക്യാപിറ്റൽ ആയിരിക്കണം, thoracic T ക്യാപിറ്റൽ, vascular V ക്യാപിറ്റൽ, സർജറി S ക്യാപിറ്റൽ. ഓക്കെ, സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യണോ? സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ്. ക്യാപിറ്റൽ കൊടുക്കണം കേട്ടോ. കാർഡിയോ thoracic and vascular surgery. ആൻഡ് കൂടി ചേർക്കണേ. കാർഡിയോ thoracic ക്യാപിറ്റൽ കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ലെറ്ററുകളെല്ലാം ക്യാപിറ്റൽ ആയിരിക്കണം. കാർഡിയോ thoracic and vascular surgery. Then ന്യൂറോളജി. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ന്യൂറോളജി വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ബ്രെയിനും സ്പൈനൽ കോഡും നെർവസ് സിസ്റ്റം ഒക്കെയാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അവിടെയും സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവാം, മെഡിസിൻസ് കഴിക്കുന്ന പേഷ്യൻസുകളുണ്ട്. ദ ലാസ്റ്റ് വൺ ഒപ്താൽമോളജി. ഒപ്താൽമോളജി റിലേറ്റ് ചെയ്തത് എന്തിനെയാണ്? ഐ റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുകൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സ്പെഷ്യലൈസ്ഡ് വാർഡിന് എക്സാമ്പിൾ പറയുന്നത്. ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, ന്യൂറോളജി, ദെൻ ഒപ്താൽമോളജി. ഓങ്കോളജി അറിയാലോ, അറിയില്ലാത്ത ഒരു സൈഡില് പ്രാക്ടിക്കലി ക്യാൻസർ പേഷ്യൻസ് എന്ന് എഴുതി വെക്കുക കേട്ടോ. നെഫ്രോളജിയുടെ അവിടെ കിഡ്നി പേഷ്യൻസ്, കാർഡിയോളജി ഹാർട്ട് റിലേറ്റഡ് പേഷ്യൻസ്, ന്യൂറോളജി ന്യൂറോ റിലേറ്റഡ്, ഒപ്താൽമോളജി ഐ റിലേറ്റഡ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ളൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് പർപ്പസ്, ഡെഫിനിഷൻ, കോൺസ്റ്റിറ്റ്യുവൻസ്, ടൈപ്പ് ഓഫ് വാർഡ്, സ്പെഷ്യലൈസ്ഡ് വാർഡ്, ഇവിടം വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. സോ ഇന്ന് തന്നെ നന്നായിട്ട് എടുത്തത്രയും വായിക്കാം, മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം എടുക്കാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. Thank you, miss. Thank you, miss. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, miss. Thank you, ma'am. Thank you, ma'am.